ലഹരിയുമായി സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ഫാത്തിമ നസ്റിനും കൂട്ടാളിയും പിടിയിൽ. പന്തീരാങ്കാവിൽ വൻതോതിൽ MDMAയുമായി സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറും കൂട്ടാളിയും പിടിയിൽ. അടിവാരം സ്വദേശിനി ഫാത്തിമ നസ്റിൻ, കൊണ്ടോട്ടി കച്ചേരിക്കൽ സ്വദേശി FK ഷെഫീഖ് എന്നിവരാണ് പിടിയിലായത്. ഇന്റലിജൻസ് സ്ക്വാഡ്, ഇന്റലിജൻസ് രഹസ്യ വിഭാഗം എന്നിവർ നടത്തിയ പരിശോധനയിലാണ് MDMA പിടികൂടിയത്. പന്തീരാങ്കാവ് ടോൾ ബൂത്തിന് സമീപം വെച്ചാണ് സംഭവം. അങ്കണവാടികളിൽ കുട്ടികളെ നിർബന്ധിച്ച് ഇരുത്തേണ്ടതില്ലെന്ന് ബാലാവകാശ കമ്മീഷൻ. സംസ്ഥാനത്ത് തുടരുന്ന കനത്ത വേനൽച്ചൂടിന്റെ പശ്ചാത്തലത്തിൽ അങ്കണവാടി കുട്ടികൾക്കായി പ്രത്യേക സുരക്ഷാ മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കി സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ. കുട്ടികളെ നിർബന്ധിച്ച് അങ്കണവാടികളിൽ ഇരുത്തേണ്ടതില്ലെന്നും വരാത്ത കുട്ടികൾക്ക് അർഹമായ പോഷകാഹാരങ്ങൾ വീട്ടിലെത്തിച്ചു നൽകണമെന്നും കമ്മീഷൻ ചെയർമാൻ KV മനോജ് കുമാർ ഉത്തരവിട്ടു. പോഷകാഹാരം വീട്ടിലേക്ക് ചൂട് കാരണം അംഗനവാടികളിൽ എത്താത്ത കുട്ടികൾക്ക് അവർക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങളും പോഷകാഹാരങ്ങളും വീട്ടുകളിൽ എത്തിച്ചു നൽകാൻ നടപടി സ്വീകരിക്കണമെന്നും അവർ പറഞ്ഞു. പെട്രോൾ അടിച്ച പണം ചോദിച്ചതിന് വനിതാ ജീവനക്കാരിക്ക് ക്രൂരമർദ്ദനം. യുവാവിനെതിരെ കേസെടുത്ത് പോലീസ്. മലപ്പുറം പാലേമേട് പെട്രോൾ പമ്പ് ജീവനക്കാരിക്ക് നേരെ യുവാവിന്റെ ക്രൂരമർദ്ദനം. ബൈക്കിൽ പെട്രോൾ അടിച്ച ശേഷം പണം ചോദിച്ചതിനെ തുടർന്നുള്ള തർക്കമാണ് മർദ്ദനത്തിൽ കലാശിച്ചത്. പരിക്കേറ്റ പാലേമാട് സ്വദേശിനി റോസമ്മയെ എടക്കരയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. എടക്കര പാലേമേടുള്ള പെട്രോൾ പമ്പിലാണ് സംഭവം നടന്നത്. ബൈക്കിൽ പെട്രോൾ അടിക്കാനെത്തിയ യുവാവ് ഇന്ധനമടിച്ച ശേഷം പണം നൽകാതെ തട്ടിക്കയറുകയായിരുന്നു. പമ്പിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന റോസമ്മ പണം ആവശ്യപ്പെട്ടതോടെ ഇയാൾ അസഭ്യം പറയുകയും വാക്കേറ്റമുണ്ടാവുകയും ചെയ്തു. തർക്കം രൂക്ഷമായതോടെ യുവാവ് റോസമ്മയെ ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു. സംശയിക്കേണ്ട, നമ്മുടെ KSRTC തന്നെ. അത്യാധുനിക സൗകര്യങ്ങളുമായി KSRTCയുടെ ബിസിനസ് ക്ലാസ് ബസ്സിന് ആവേശ സ്വീകരണം. ഒരു മാസം മുമ്പ് എറണാകുളത്ത് വെച്ച് ഉദ്ഘാടനം നിർവഹിച്ച പുതിയ ബിസിനസ് ക്ലാസ് ബസ് ഓടിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ മന്ത്രി KB ഗണേഷ് കുമാർ പുറത്തുവിട്ടിട്ടുണ്ട്. ശുചിമുറി, കഫറ്റീരിയ, പാൻട്രി തുടങ്ങിയ സൗകര്യങ്ങളുള്ള ആഡംബര ബസ്സുകളാണ് നിരത്തിലിറങ്ങുന്നത്. ഏകദേശം 2 കോടി രൂപ വിലമതിക്കുന്ന 2 ബസ്സുകളാണ് ആദ്യഘട്ടത്തിൽ സർവീസ് നടത്തുക. കോഴിക്കോട് മെഡിക്കൽ കോളേജ് സൈക്കാട്രി വിഭാഗത്തിലെ അധ്യാപകർക്കെതിരെ വിദ്യാർത്ഥികളുടെ കൂട്ടപരാതി. കോഴിക്കോട് മെഡിക്കൽ കോളേജ് സൈക്കാട്രി വിഭാഗത്തിലെ അധ്യാപകർക്കെതിരെ വിദ്യാർത്ഥികളുടെ കൂട്ടപരാതി. PG വിദ്യാർത്ഥികളെ അധ്യാപകർ മാനസികമായി പീഡിപ്പിക്കുന്നെന്ന് ചൂണ്ടിക്കാട്ടിയാണ് പരാതി. മെഡിക്കൽ കോളേജ് സൈക്കാട്രി വിഭാഗത്തിലെ അധ്യാപകരായ ഡോക്ടർ അനിതകുമാരി, ഡോക്ടർ CS സ്മിത എന്നിവർക്കെതിരെയാണ് വിദ്യാർത്ഥികൾ ഒന്നടങ്ക പരാതിയുമായി രംഗത്തെത്തിയത്. ഈ അധ്യാപകർ നിരന്തരം അവഹേളിക്കുകയും അധിക്ഷേപിക്കുകയും മാനസികമായി പീഡിപ്പിക്കുകയും ചെയ്യുന്നുവെന്ന് പരാതിയിൽ പറയുന്നു. തൃശൂർ പൂരത്തിൽ ഇത്തവണ വെടിക്കെട്ടില്ല. കുടമാറ്റം 15 മിനിറ്റ് മാത്രമായി ചുരുക്കും. മുണ്ടത്തിക്കോട് സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ വെടിക്കെട്ടില്ലാതെ തൃശൂർ പൂരം നടത്താൻ തീരുമാനം. ഉന്നതതല യോഗത്തിലാണ് വെടിക്കെട്ടില്ലാതെ പൂരം നടത്താമെന്ന് തീരുമാനിച്ചത്. കുടമാറ്റം 15 മിനിറ്റ് മാത്രമായി ചുരുക്കാനും തീരുമാനമായി. ചടങ്ങുകളെല്ലാം സാധാരണ പോലെ തന്നെ. ഇളഞ്ഞിത്തറമേളം, മടത്തിൽ വരവ് ഉൾപ്പെടെയുള്ള ചടങ്ങുകൾ നടത്തും. 15 വീതം ആനകളെ അണിനിരത്തുമെന്നും വിവരമുണ്ട്. സാധാരണ 1 മണിക്കൂർ നേരമായിരുന്നു കുടമാറ്റം. ഇതാണ് 15 മിനിറ്റ് മാത്രമാക്കി ചുരുക്കിയത്. ഉറങ്ങുന്നതിനിടെ പാമ്പുകടിയേറ്റു. 8 വയസ്സുകാരന് ദാരുണാന്ത്യം. തിരുവനന്തപുരം ചിറയൻകീഴിൽ 8 വയസ്സുകാരന് പാമ്പുകടിയേറ്റ് മരിച്ചു. ഉറങ്ങുന്നതിനിടെയാണ് പാമ്പുകടിയേറ്റത്. ചിറയൻകീഴ് അരൂരിലാണ് സംഭവം. മൂലയിൽ വീട്ടിൽ ദിലീപ്, അനു ദമ്പതികളുടെ മകൻ ദിക്ഷലാണ് മരിച്ചത്. രാവിലെ 4 മണിയോടെ കുട്ടിക്ക് പാമ്പുകടിയേറ്റതായി കുടുംബം അറിഞ്ഞു. ഉടൻ ചിറയൻകീഴ് ആശുപത്രിയിൽ എത്തിച്ച പ്രാഥമിക ചികിത്സ നൽകി. പിന്നാലെ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. മൂർഖൻ പാമ്പാണ് കുട്ടിയെ കടിച്ചതെന്നാണ് വിവരം. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് മൃതദേഹം. കുഞ്ഞുകിടന്ന മുറിയിൽ നടത്തിയ പരിശോധനയിലാണ് മൂർഖൻ പാമ്പിനെ കണ്ടെത്തിയത്. കുറഞ്ഞ പലിശയിൽ വായ്പ, ഫേസ്ബുക്ക് വഴി തട്ടിപ്പ്. ഹരിപ്പാട് സ്വദേശിക്ക് നഷ്ടമായത് 25 ലക്ഷം. ആലപ്പുഴയിൽ വ്യക്തിഗത വായ്പ വാഗ്ദാനം ചെയ്ത് തട്ടിപ്പ്. കുറഞ്ഞ പലിശയിൽ വായ്പ നൽകാമെന്ന് വിശ്വസിപ്പിച്ച് ഹരിപ്പാട് സ്വദേശിയിൽ നിന്ന് തട്ടിയെടുത്തത് 25 ലക്ഷം. ഫേസ്ബുക്ക് വഴിയായിരുന്നു തട്ടിപ്പ്. പള്ളിപ്പാട് സ്വദേശി പ്രേംകുമാറാണ് സാമ്പത്തിക തട്ടിപ്പിന് ഇരയായത്. പലതവണകളായി 25,30,028 രൂപയാണ് പ്രേംകുമാർ തട്ടിപ്പുകാർക്ക് അയച്ചു നൽകിയത്. സംഭവത്തിൽ സൈബർ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചു. പാറമേക്കാവിന്റെ പടക്ക നിർമ്മാണശാല ഉടമയ്ക്കെതിരെ കേസ്. പാറമേക്കാവിന്റെ പടക്ക നിർമ്മാണശാല ഉടമയ്ക്കെതിരെ കേസെടുത്ത പോലീസ്. അളവിലേറെ വെടിമരുന്ന് സൂക്ഷിച്ചതിന് കൊല്ലങ്കോട് പോലീസാണ് കേസെടുത്തത്. കോട്ടയം സ്വദേശി ബിനോയ് ജേക്കബിനെതിരെയാണ് കേസ്. മുതലമട വെള്ളാരംകടവിലെ പടക്ക നിർമ്മാണശാലയുടെ ഉടമയാണ് ബിനോയ് ജേക്കബ്. ലൈസൻസിൽ അനുവദിച്ചതിനേക്കാൾ കൂടുതൽ പടക്കങ്ങളും വെടിമരുന്നും സൂക്ഷിക്കുന്നതായി ചിറ്റൂർ തഹസീൽദാർ നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് കേസ്. നിലവിൽ പടക്ക നിർമ്മാണശാല പോലീസ് സീൽ ചെയ്തിട്ടുണ്ട്. തുടർ പരിശോധനകൾ നടത്തുമെന്ന് പാലക്കാട് ജില്ലാ കളക്ടർ അറിയിച്ചു.
പേരാമ്പ്ര സ്ട്രോങ് റൂം വിവാദം. കളക്ടർക്കെതിരെ UDF നാളെ കോടതിയെ സമീപിക്കും. കോഴിക്കോട് സ്ട്രോങ് റൂമിലെ മെറ്റീരിയൽ റൂം തുറന്ന സംഭവത്തിൽ ജില്ലാ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥൻ കൂടിയായ കളക്ടർക്കെതിരെ UDF നാളെ കോടതിയെ സമീപിക്കും. വീഴ്ച വ്യക്തമായിട്ടും റിട്ടേണിംഗ് ഓഫീസർക്കെതിരെ കളക്ടർ നടപടിയെടുത്തില്ല എന്നാണ് ആക്ഷേപം. പേരാമ്പ്ര നിയമസഭാ മണ്ഡലത്തിലെ വോട്ടിംഗ് മെഷീനുകൾ സൂക്ഷിക്കുന്ന കോഴിക്കോട് വെള്ളിമാടുകുന്ന് JDT ഇസ്ലാം കൺവെൻഷൻ സെന്ററിലെ സ്ട്രോങ് റൂമുകൾ അനുമതിയില്ലാതെ തുറന്നതാണ് UDF ഉന്നയിക്കുന്ന ആരോപണം. എന്നാൽ തുറന്നത് റിസർവ് റൂം അല്ലെന്ന വാദവുമായി റിട്ടേണിംഗ് ഓഫീസർ രംഗത്തെത്തിയിരുന്നു. മെറ്റീരിയൽ റൂം തുറന്ന സംഭവത്തിൽ കോഴിക്കോട് ജില്ലാ കളക്ടർ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർക്ക് കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് നൽകി.